കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ വലിയ വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കുകയും സഭയെ ഒരു പുതിയ കാലഘട്ടത്തിലൂടെ നയിക്കുകയും ചെയ്ത, പ്രത്യേകിച്ച് വെല്ലുവിളികൾ നിറഞ്ഞ ഈ ലോകത്ത് പുതിയൊരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് നയിച്ച ഫ്രാൻസിസ് പാപ്പ വിടവാങ്ങുമ്പോൾ കൊച്ചി രൂപതയുടെ അധ്യക്ഷനായിരുന്നു കൊണ്ട് ഈ വിശ്വാസ സമൂഹത്തെ നയിച്ച അങ്ങയുടെ ഓർമ്മകളിൽ ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാടുകളൊക്കെ എന്തെല്ലാമാണ്? ഒരാഴ്ചയിലേറെ സാന്താ മാർത്തായിൽ അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ അടുത്ത് താമസിക്കാനായിട്ട് അവസരം കിട്ടുകയുണ്ടായി. അപ്പം 3 നേരവും ഭക്ഷണത്തിന് വന്നിരിക്കുമ്പോൾ കാണുകയും ഒക്കെ ചെയ്യാനായിട്ടുള്ള മഹാഭാഗ്യമുണ്ടായി. അത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുകയാണ്. എനിക്ക് ഇപ്പം മരിച്ചു പോയപ്പോൾ ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറയുന്നത്, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു അദ്ദേഹത്തെ ജൂബിലി വർഷം പൂർത്തിയാകും വരെ അദ്ദേഹത്തിന് ആയുസ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നെ വിഷമിപ്പിക്കുന്ന ആദ്യത്തെ കാര്യം അതാണ്. അത് സാധിച്ചില്ലല്ലോ. ഇന്നലെ പട്ടണത്തിനും ലോകത്തിനുമായിട്ട് നൽകിയ സന്ദേശം അത് ഞാൻ മുഴുവൻ നേരം കണ്ടു. അപ്പോൾ തീരെ വയ്യായിരുന്നു, ഇവിടെ വന്നിരിക്കണ്ടായിരുന്നുവെന്ന് എനിക്ക് തോന്നി. പക്ഷേ എന്നാലും അദ്ദേഹം ആ എല്ലാ കടമകൾക്കും വരികയും അതിനകത്ത് പങ്കെടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എപ്പോഴും മനുഷ്യരുടെ കൂടെ ആയിരിക്കാനായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചു. അപ്പോൾ ഏറ്റവും വലിയ ആ വിഷമമുള്ളപ്പോഴും അദ്ദേഹം ലോകത്തിന് നൽകിയ സന്ദേശം വളരെ വലുതാണ്. സഭയ്ക്ക് മാത്രമല്ല, ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, സർവ്വജാതികൾക്കും. അദ്ദേഹം സഭയെ കണ്ടത്, സഭ എന്ന് പറയുന്നത് ഒരു കസ്റ്റംസ് ഹൗസ് അല്ല. രേഖകളെല്ലാം പരിശോധിച്ചിട്ട് ചിലരെ മാത്രം അകത്ത് പ്രവേശിപ്പിക്കുന്ന സഭയെ ഒരു ഓപ്പൺ ഹൗസ് ഓഫ് ദ ഫാദർ, തുറന്നിട്ട വാതിലുകളുള്ള പിതാവിൻ്റെ ഭവനം, എല്ലാവരെയും സ്വീകരിക്കാനായിട്ട് ഉള്ള ഒരു മനോഭാവവും കരുതലും, അത് വളരെ വലിയൊരു കാര്യമായിരുന്നു. ഇപ്പോൾ നമ്മുടെ സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ പിതാവ് ലാസ്റ്റ് പറഞ്ഞത് ഗാസയിൽ സമാധാനം ഉണ്ടാകണം, പിന്നെ ലോകത്ത് മതസ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും നിലനിൽക്കണം, പലസ്തീനിലും സിറിയയിലും ഇറാഖിലുമെല്ലാം ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, അവർക്ക് മതസ്വാതന്ത്ര്യം ഉണ്ടാകണം. അങ്ങനെ ഉള്ള കാര്യങ്ങൾ അദ്ദേഹം കൂടുതൽ ആകുലനായിരുന്നു. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇന്നിപ്പോൾ മനുഷ്യർ തമ്മിൽ വിഭജനത്തിൻ്റെ കാര്യത്തിന്, അപ്പോൾ വിഭജനത്തിന് ഏറ്റവും പറ്റിയ സംഗതി സ്പോർട്സാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. എന്നിട്ട് ആ സ്പോർട്സിനെ അദ്ദേഹം പരിപോഷിപ്പിക്കുമായിരുന്നു. ഇറ്റ് യുണൈറ്റ്സ്, ഇറ്റ് ഡസൻറ്റ് ഡിവൈഡ്. അപ്പോൾ ഒരു ക്രിക്കറ്റ് ടീം തന്നെ പോപ്പൻ്റെ പേരിൽ ഉണ്ടായിരുന്നു. നമ്മുടെ രൂപതയിൽ നിന്നുള്ള പോൾസൺ എന്ന് പറയുന്ന അച്ഛൻ സെമിനാരി കാലം മുതൽ ആ ടീമിലുണ്ട്. ക്യാപ്റ്റനായിരുന്നു ചില നേരത്ത്, ബെസ്റ്റ് ഓൾറൗണ്ടറാണ്, ഇപ്പോഴും അവിടെ ഉണ്ട്, ആ ടീമിലൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെപ്പോഴും പോപ്പിൻ്റെ പോകുന്നതിന് മുമ്പ് ബ്ലെസ്സിങ്ങും മറ്റും എല്ലാം സ്വീകരിക്കാനായിട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഫുട്ബോൾ വളരെ വലിയ ഒരു കാര്യമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ അലട്ടിയിരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ പുസ്തകത്തിലെ ഇത് വളരെ മനോഹരമായ പുസ്തകമാണിത്, ഈ ഹോപ്പ്, അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഞാനത് വായിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. മുഴുവൻ വായിച്ചതാണ് പിതാവ്? വായിച്ച് ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ മുഴുവൻ സാധനവും വരച്ച് പിടിച്ച് വെച്ചുകൊണ്ട്. കാരണം എത്ര മഹനീയമായിട്ട് അദ്ദേഹം തന്നെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഹി വാസ് പൊളിറ്റിക്കലി റെസ്റ്റ്ലെസ് ആൻഡ് പൊളിറ്റിക്കലി റാഡിക്കൽ. കുടുംബം തന്നെ അങ്ങനെയായിരുന്നു. കാരണം അപ്പോൾ 37 വയസ്സിൽ അദ്ദേഹം പ്രൊവിൻഷ്യലായിരുന്നു. ആ നേരത്തെ അദ്ദേഹം വളരെ വിഷമിക്കുമെങ്കിലും അർജൻറ്റീനയിലെ പട്ടാള ഭരണക്കാരുമായിട്ട് നേരിട്ട് എതിർക്കുകയും അവരെ കൃത്യമായിട്ട്
ഇവരെയൊക്കെ ജീവനോടുകൂടി തന്നെ. അപ്പോൾ അന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചിലവർ അപ്രത്യക്ഷരാകും, ഡിസപ്പിയർ, എവിടെ പോയി എന്തൊന്നും അറിയില്ല. അങ്ങനെയുള്ളവരെ ജീവനോടുകൂടി തന്നെ വേണമെന്ന് ധൈര്യമായിട്ട് അവിടെ പോയി പറയാനായിട്ട് യഹൂദന്മാർ, മുസ്ലിമുകൾ എല്ലാവരെയും അദ്ദേഹം സംരക്ഷിക്കുമായിരുന്നു. എല്ലാവരും ഉള്ളൊരു കമ്മ്യൂണിറ്റിയിലായിരുന്നു അദ്ദേഹം അവിടെ നിന്നിരുന്നത്. അദ്ദേഹം വൈദിക പട്ടത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ സാധാരണക്കാരനായിട്ടൊരു ജോലിക്കാരനായിട്ട് ജീവിച്ച ഒരു കാലഘട്ടമൊക്കെ ഉണ്ട്. പിന്നെ അതായത് അദ്ദേഹം ഈ ഒരു ഡോക്ടറാകണമെന്നൊക്കെ പറയുമായിരുന്നു. 18 വയസ്സായപ്പോൾ പെട്ടെന്ന് അദ്ദേഹം സെമിനാരിയിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം വന്നപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട, നീ ഡോക്ടറാകാനായിട്ട് പോകുക, അത് കഴിഞ്ഞിട്ട് നിനക്ക് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നിനക്ക് തോന്നുന്നെങ്കിൽ പോവുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോൾ അപ്പം പറഞ്ഞു, നീ നിൻ്റെ ആഗ്രഹം അനുസരിച്ച് പോയിക്കോ, ഈ വാതിൽ എപ്പോഴും നിനക്ക് തുറന്നു കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ വന്നിട്ട് നിനക്കെപ്പോൾ വേണേലും അത് പറ്റുന്നില്ല എന്ന് കണ്ടെങ്കിൽ വരാം. അമ്മമ്മ വളരെ അനുകൂലമായിരുന്നു. അപ്പോഴേ ഇവർക്കൊരു ആത്മീയ പിതാവുണ്ടായിരുന്നു. അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ശരിയാണ്, പറഞ്ഞതെല്ലാം ഒക്കെ റെഡിയാണെങ്കിലും ദൈവത്തിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ സമയത്ത് നടക്കണം എന്നൊരു ജനറിക് സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം പറഞ്ഞത്. അത് കഴിഞ്ഞ് അദ്ദേഹം സെമിനാരിൽ പോയിട്ട് ഈ അമ്മ ഭയങ്കര വാശിക്കാരിയായിരുന്നു. സെമിനാരി കാണാൻ പോയിട്ടില്ല, സെമിനാരിക്കാരനായിട്ട് പ്രവേശിച്ചപ്പോൾ പോയിട്ടൊന്നുമില്ല. പക്ഷെ അവിടെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും, ലിറ്ററേച്ചർ, പിന്നെ മ്യൂസിക്, എല്ലാം ഇങ്ങനെ പഠിക്കാൻ കിട്ടുന്ന എല്ലാ സംഗതികളും ജന്തുവായിട്ടൊക്കെ, അപ്പോൾ ലിറ്ററേച്ചർ, സാഹിത്യം പഠിപ്പിക്കാനായിട്ട് പോയി. ഇതെല്ലാം പോയി അദ്ദേഹം എന്ത് ജോലിക്കും തയ്യാറ്, നല്ല ഫിസിക്കൽ എന്ത് സഫറിങ്ങിനും അദ്ദേഹം തയ്യാറായിരുന്നു. ഇങ്ങനെ ഉള്ളൊരു ജീവിതത്തിൻ്റെ തരത്തിൽ നിന്നിങ്ങ് വന്നതുകൊണ്ട് അദ്ദേഹത്തിന് പാവങ്ങളുടെ വിഷമം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോഴേ അത് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് യുദ്ധത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ചാപ്റ്റർ തന്നെ. ടു മെനി ഇയേഴ്സ് ഡു ഐ ലിവ് ഇൻ എ വേൾഡ് ദാറ്റ് ഹേറ്റ്സ് പീസ്. സമാധാനം ഇഷ്ടപ്പെടാത്തൊരു ലോകത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ജീവിക്കുന്നുവെന്ന്. സമാധാനം വേണ്ട. അപ്പോൾ ഇക്കോണമി ഓഫ് ദാറ്റ് കിൽസ്, സാമ്പത്തിക പാവങ്ങളെ കൂടുതൽ പാവങ്ങളാക്കുന്ന ആ സാമ്പത്തിക ശാസ്ത്രം മാറിയിട്ട് പ്രകൃതിക്ക് ഏൽപ്പിക്കുന്ന ആ ഫ്രാൻസിസിൻ്റെ ആ പ്രകൃതി സ്നേഹം തന്നെയാണ് അദ്ദേഹം ഇതിൽ പ്രയോഗിച്ചത്. അതാണ് ഫ്രത്തേലി തൂത്തി, പിന്നെ ലവദാത്തോ സി, ഇതൊക്കെ ആ ഒരു കാര്യത്തിലൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിൻ്റെ സംഗതികളെല്ലാം, ആ ഫ്രാൻസിസ് എന്ന പേര് തന്നെ അദ്ദേഹം സ്വീകരിച്ചത് അത്തരത്തിൽ ഒരു പ്രത്യേകത, സാധാരണക്കാരെ സഭയോട് കൂടുതൽ ചേർത്ത് നിർത്തിയ ഒരു വിശുദ്ധൻ്റെ. അപ്പോൾ മാത്രമല്ല, ഭയമില്ലാതെ, അന്ന് ഇത്രയും യുദ്ധം നടന്ന കാലത്ത് ഭയമില്ലാതെ അവിടെ പോയിട്ട് ഈ അവരുടെ അടുത്ത് സമാധാനം പ്രസംഗിക്കാനായിട്ട് പോയിരുന്ന ഒരു മനുഷ്യനാണ്. ഇതുകൊണ്ട് ഇന്തോനേഷ്യയിൽ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ അദ്ദേഹം അവിടുത്തെ ഒരു പള്ളി, അസംഷൻ ചർച്ച് എന്ന് പറയുന്ന വളരെ വലിയൊരു പള്ളിയാണ്, ഏറ്റവും വലിയ പള്ളി. ആ പള്ളിയിൽ നിന്ന് ഒരു അണ്ടർഗ്രൗണ്ട് ടണൽ അവിടുത്തെ വലിയ മോസ്കിലേക്ക്, പിന്നെ അതിൻ്റെ വേ ഓഫ് പീസ് എന്നും പറഞ്ഞ്, ടണൽ ഓഫ് പീസ് എന്നും പറഞ്ഞ് സ്ഥാപിച്ചു. അതൊക്കെ മനുഷ്യർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുതരം ഇസ്ലാമോഫോബിയ കാരണങ്ങളുണ്ട് അങ്ങനെ ചിന്തിക്കാനായിട്ട്. പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അദ്ദേഹം അശരണരും അതുപോലെ തന്നെ അനാഥരുമൊക്കെ ആയിട്ടുള്ളവരെ സംരക്ഷിക്കുക, സ്ത്രീകളെയും കുട്ടികളുടെയും കാര്യങ്ങൾ, ആരെയും ഉപേക്ഷിക്കരുതാത്ത, സർവ്വരെയും ആശ്ലേഷിക്കുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചാണ്. ക്രിസ്ത്യാനികൾ, പിതാവ് നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികൾ ലോകം മുഴുവൻ പല സന്ദർഭങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നിലനിൽക്കുന്നത്. ആ ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിലും ഇത്തരത്തിൽ പീഡനങ്ങൾക്ക് പലപ്പോഴും നേതൃത്വം നൽകുന്നവരുമായിട്ട് പോലും വളരെ സൗഹാർദ്ദപരമായിട്ട്. എന്താണെന്ന് വെച്ചാൽ അതേ ഒരു മാർഗമുള്ളൂ. അവരിങ്ങനെയാണെന്നും പറഞ്ഞ് അവനെ അകറ്റി നിർത്തുന്നത് കൊണ്ട് സമാധാനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരുത്തൻ പോലും ബാക്കിയുണ്ടെങ്കിൽ, അവൻ മരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരെയും കൊല്ലാനായിട്ട് അവൻ സഹായിക്കും. അദ്ദേഹം ഒരു ഉദാഹരണം പറയാറുണ്ട്. അതായത് പിന്നെ
രണ്ട് സ്ലൊവേനിയക്കാർ, അടുത്തടുത്ത രാജ്യങ്ങളാണ്, രണ്ട് സ്ലൊവേനിയക്കാർ ഒരുമിച്ച് വന്നാൽ അവിടെ ഒരു കൊയറുണ്ടാവും. രണ്ട് ക്രൊവേഷ്യൻസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പാർലമെൻ്റ് ഉണ്ടാവും. രണ്ട് സെർബിയക്കാർ ഒരുമിച്ച് വന്നാൽ അവിടെ ഒരു ആർമി ഉണ്ടാവും. രണ്ട് അർജൻറ്റീനക്കാർ ഒരുമിച്ച് വന്നാൽ അവിടെ ആഭ്യന്തര യുദ്ധം ഉണ്ടാവും എന്ന് തമാശയായിട്ട് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ക്രൊവേഷ്യയും സ്ലൊവേനിയയും ഒക്കെ തൊട്ടടുത്ത് ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാൻ ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഈ എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ ടൂറിൽ നിന്ന് അദ്ദേഹം അഭയാർത്ഥിയായിട്ട് അർജൻറ്റീനയിൽ പോയതാണ്. അതും ആദ്യത്തെ പ്രാവശ്യം ഇങ്ങോട്ട് പോരാൻ നേരത്ത് വസ്തുക്കളെല്ലാം വിറ്റിട്ട് സമയത്ത് എത്താൻ പറ്റാഞ്ഞതുകൊണ്ട് ആ ആദ്യത്തെ കപ്പലിൽ പോകാൻ പറ്റിയില്ല. ആ കപ്പൽ പോയിട്ട് സർവ്വരും മരിച്ചു പോയായിരുന്നു. രണ്ടാമത് കയറാൻ അന്ന് രക്ഷപ്പെട്ടതാണ്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരല്പം കൂടെ ഭേദപ്പെട്ട ഒരു സ്ഥിതിയിലായിരുന്നു ഇവർ. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു പോവർട്ടി വിത്ത് എ ഡിഗ്നിറ്റി. അത് പറഞ്ഞിട്ടുണ്ട്. അതായത് പാവങ്ങൾ അതിദരിദ്രനായിരുന്നു കൊണ്ട് മോഷ്ടിക്കാൻ ഇടയാക്കരുത്, അതിസമ്പന്നനായിട്ട് ആയിരുന്നുകൊണ്ട് ദൈവത്തെ വേണ്ട എന്ന് ചിന്തിക്കാൻ ഇടവരുത്തരുത് എന്ന് സുഭാഷിതങ്ങളിലൊരു സംഗതിയുണ്ട്. അതാണ് അദ്ദേഹം. അപ്പോൾ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നു പോകും. എല്ലാവർക്കും അതിൻ്റെ ആ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമം കൊടുത്താണ്. അദ്ദേഹം പറഞ്ഞ ആ സുഭാഷിതങ്ങളിലെ വാക്കുകൾ അനർത്ഥമാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, അതായത് ആഗോള കത്തോലിക്ക സഭയെ നയിക്കുവാനുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം തൻ്റെ ഔദ്യോഗിക വസതി വിട്ട് സാധാരണക്കാരായിട്ടുള്ള കർദിനാൾമാർ താമസിക്കുന്ന ഇടങ്ങളിൽ ഗസ്റ്റൊക്കെ വരുന്നവർ താമസിക്കുന്ന, അതുകൊണ്ടാണല്ലോ ഞങ്ങളൊക്കെ അവിടെ പോയപ്പോൾ അവിടെ താമസിക്കാനായിട്ട് തിരഞ്ഞെടുത്ത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളിലെല്ലാം പങ്കുകൊള്ളാനായിട്ടും എല്ലാം അദ്ദേഹം നടന്ന് തെരുവിലൊക്കെ പോകുമായിരുന്നു. അദ്ദേഹം ഇതിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഐ വാക്ക് ടു ഗോ ഇൻ ദ സ്ട്രീറ്റ്സ്, ഐ ലേൺഡ് മോർ ഫ്രം ദ സ്ട്രീറ്റ്. ഇപ്പോൾ ജനങ്ങളെങ്ങനെ ജീവിക്കുന്നുവെന്ന്. ഒരു ചെവി ദൈവത്തെ വചനം കേൾക്കാനും മറ്റേ ചെവി മനുഷ്യരെന്ത് ചിന്തിക്കുന്നുവെന്ന് മനുഷ്യരെ കേൾക്കാനുമായിട്ട് തുറന്നു വെച്ച രീതിയിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, കമ്മ്യൂണിസ്റ്റുകാർ ക്രിസ്ത്യാനികളുടെ ഈ കൊടി കട്ടു. പിന്നെ ഫ്ലാഗ് ഓഫ് ദ ക്രിസ്ത്യൻസ് ഈസ് പോവർട്ടി, പുവർ പീപ്പിൾ. അത് കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുപോയി. നമുക്കത് തിരിച്ചു പിടിക്കണം. കാര്യം അദ്ദേഹം പിന്നെ വളരെ വിപ്ലവകരമായിട്ട് ചിന്തിച്ച ഒരു കാര്യം, ഒരു സെൻറ്റൻസ് കേട്ടാൽ ഞെട്ടിപ്പോവും. ദി ചർച്ച് ഈസ് ഫെമിനിൻ എന്ന് പറഞ്ഞു. സഭ സ്ത്രീകളുടേതാണ് എന്ന് പറയാൻ കാരണം സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. അപ്പം അതുകൊണ്ട് സഭ തന്നെ സ്ത്രീകളുടെ. അദ്ദേഹം പ്രധാനപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിലേക്കും ഓഫ് ലേറ്റ് സാമ്പത്തിക കാര്യങ്ങൾ വത്തിക്കാൻ സ്റ്റേറ്റിൻ്റെ ഭരണം മുഴുവൻ കൈയാളാനായിട്ട് ഹെഡായിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്ത്രീയെയാണ്. ആ സ്ത്രീയുടെ അസിസ്റ്റൻ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ഒരു കർദിനാളിനെയാണ്. അപ്പോൾ 5ഓളം സ്ഥാനങ്ങളിൽ സ്ത്രീകൾക്ക് പരമാവധി പ്രാധാന്യം കൊടുക്കുന്ന, അതേ സമയത്ത് തന്നെ വനിതാ പൗരോഹിത്യത്തെക്കുറിച്ച് അദ്ദേഹം അവർക്കിപ്പോൾ പട്ടം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ പട്ടം കൊടുക്കുന്നു അതിനെയൊക്കെ കുറിച്ചൊക്കെ ചർച്ച ഉണ്ടാകുന്നതിന് അദ്ദേഹം ചർച്ച ചെയ്യുന്നതിന് എന്താണ് പുതിയ വെളിച്ചങ്ങൾ കിട്ടുന്നതിനെക്കുറിച്ചൊന്നും അദ്ദേഹം. അപ്പോൾ അദ്ദേഹം കാലുകഴുകൽ ശുശ്രൂഷ, പിന്നെ കാലുകഴുകൽ ശുശ്രൂഷയിൽ അദ്ദേഹം സ്ത്രീകളെ ഉൾപ്പെടുത്തുക മാത്രമല്ല മറ്റ് ജാതിക്കാരെ. അതെ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അമരാവതിയിൽ അവിടെ സ്ത്രീകളെ ഉൾപ്പെടുത്തില്ലായിരുന്നു. അപ്പം ഞാൻ സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാല് കഴുകിക്കൊണ്ട് ഞാൻ പറഞ്ഞു, മാർപ്പാപ്പ ചെയ്യുന്നത് ഞാൻ 5-6 വർഷമായിട്ട് കത്തീഡ്രലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിനകത്തൊന്നുമില്ല. കാരണമല്ല, സ്ത്രീകൾക്ക് മാമോദീസായിലുള്ള തുല്യ സ്ഥാനം പുരുഷനും സ്ത്രീക്കും തുല്യമായിട്ടാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ കല്യാണം നടക്കുമ്പോൾ 2 സാക്ഷികൾ മുന്നോട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ ആണുങ്ങളാണ് വരുന്നത്. അതെ. 2 പെണ്ണുങ്ങൾ കയറി വന്നിട്ട് ഞാനവരെ സ്വീകരിച്ചിട്ടുണ്ട്. കാര്യം എന്താണ്? ഫുള്ളി ക്രിസ്ത്യനാണ്, പൂർണ്ണ ക്രൈസ്തവ ആയിട്ടുള്ളതാണ് സ്ത്രീയും. മാത്രമല്ല ലിംഗവ്യത്യാസം കാണിക്കാനായിട്ട് പാടില്ല എന്ന്. അതെ. കാര്യം ആ തുല്യത എല്ലാവർക്കും ആ തുല്യതയും ആ ബഹുമാനവും എല്ലാം കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു.
പിന്നെ ആ ഒരു ലളിതമായ ജീവിതശൈലിയിൽ അതുകൊണ്ട് മാത്രമേ ലോകം രക്ഷപ്പെടുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി വളരെ ലളിതമായിട്ട് ജീവിക്കാനായിട്ട് അദ്ദേഹം 50 വർഷമായിട്ട് വെക്കേഷൻ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്കിതൊക്കെ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം ഞാൻ 50 വർഷമായിട്ട് ഞാൻ ഒരു വെക്കേഷനും പോകുന്ന പണിയില്ല. പക്ഷേ അദ്ദേഹം അത് റുട്ടീൻ മാറ്റും എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കൂടുതൽ കിടക്കും, കൂടുതൽ പ്രാർത്ഥിക്കും, വേറെ എന്തെങ്കിലും ചെയ്യും. അതൊക്കെ ചെയ്യുന്ന ആ ഒരു വ്യത്യാസം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വെക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ വളരെ ക്ഷീണിതനായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ. പക്ഷെ ക്ഷീണിതനായിരുന്നെങ്കിലും അദ്ദേഹം ഇന്നലെ ആ ഒരു അവസാന നിമിഷം വരെ തൻ്റെ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ജനങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാനും അവരെ ബ്ലസ് ചെയ്യാനുമായിട്ടൊക്കെയുള്ള ഒരു സന്നദ്ധത കാണിച്ചുകൊണ്ട് തൻ്റെ അനാരോഗ്യം ഒന്നും കാണിക്കാതെയാണ് അദ്ദേഹം ആ കൈകൾ ഉയർത്തി എല്ലാവരെയും ബ്ലസ് ചെയ്യുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു അദ്ദേഹം പറയുന്ന എനിക്ക് അധികം സഹിക്കാനായിട്ടൊന്നും എനിക്ക് ശക്തിയൊന്നുമില്ല കർത്താവേ, അതുകൊണ്ട് എന്നെ അധികം പരീക്ഷിക്കരുത്, എന്നെ അധികം വേദനിപ്പിക്കരുത്, ഞാൻ തോറ്റുപോകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ ഇതിങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ, ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ആക്കാനായിട്ട് അവർ ശ്രമിച്ചൊക്കെ വന്നപ്പോൾ ഇടയ്ക്ക് ഒരു ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഒരു കർദിനാൾ ഇങ്ങോട്ട് ചോദിച്ചു, ഇങ്ങർക്ക് ലങ്സൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നത് കേട്ടല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞത് 1957 ഒരു ഓപ്പറേഷൻ ഇട്ട് ഒരു ലങ്സ് പോയതാണ്, എടുത്തു കളഞ്ഞാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി. അപ്പോൾ എല്ലാ കാര്യങ്ങളും പരീക്ഷ നോക്കിയിട്ടും അറിഞ്ഞിട്ടും ഒക്കെയാണ് ഇദ്ദേഹത്തെ അവരാക്കിയത്. അല്ല, ഇത് അതിനു മുൻപ് തന്നെ ആദ്യത്തെ സമയത്ത് ഇദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയാകുന്നതിന് മുൻപ് ബെനഡിക്ട് പാപ്പയുടെ സമയത്തും അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു വന്നതാണ്. പേര് വന്നിരുന്നു, പക്ഷെ എന്നാലും അതിനേക്കാൾ കൂടുതലായിട്ട് മറ്റങ്ങേര് തന്നെ. അല്ല, അന്നേരം സ്വയം ഞാനിഞ്ഞ് ഈ പോപ്പിൻ്റെ ഇലക്ഷനിൽ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിൻവാങ്ങിയ ഒരു ചരിത്രം കൂടെ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ കാരണം അദ്ദേഹം ഈ പൊസിഷനൊന്നും ഈ വളരെ സുന്ദരമായ ഒരു സിനിമയുണ്ട്, ഇംഗ്ലീഷ് സിനിമ ടു പോപ്സ് വളരെ സുന്ദരം എന്ന് പറഞ്ഞാൽ കണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ത്രിൽഡായി പോകുന്നിടത്ത് ഇവർ രണ്ടുപേരും കൂടെ പറയുന്നത്. അപ്പോൾ ആ പോപ്പ് ഈ ഇങ്ങനെ അതിൻ്റെ അനുയായി അത് താഴെ ആകണം എന്ന് വളരെ കൃത്യമായിട്ട് ആഗ്രഹിച്ചിരുന്നാണ് ഈ പോപ്പ് വരണം. അത് കഴിഞ്ഞപ്പോഴും അതൊക്കെ എല്ലാം ശരിയാണെന്നൊക്കെ പറഞ്ഞേച്ചും പറയും, ഞാൻ എൻ്റെ രാജ്യമൊന്ന് സ്വീകരിക്കുമെന്ന് പറയും. അപ്പോൾ അത് തരേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ എൻ്റെ സമയത്ത് നടക്കുമെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു രീതി കാണുമ്പോൾ ഏറ്റവും അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തതാണ്. സഭ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, കാരണം കൃത്യമായ ഒരാൾ വരും. കാരണം ഇത് മുന്നോട്ട് പോയതിന് ഇതുപോലെ പഴയതുപോലെ സഭ ആക്കാനായിട്ടൊന്നും ആർക്കും സാധിക്കില്ല. അത്രയധികം സഭ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ സഭയിൽ ഇപ്പോൾ ഇത് പറയുമ്പോഴാണെങ്കിലും ബെനഡിക്ട് പാപ്പ സ്വയം സ്ഥാനത്യാഗം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുതിയൊരു മാർപ്പാപ്പ വരുമ്പോൾ വത്തിക്കാനിൽ 2 മാർപ്പാപ്പമാരുണ്ടാവുക എന്നുള്ളത് ഒരു ലോകം മുഴുവൻ വളരെ അതിശയത്തോടു കൂടെ നോക്കിയ ഒരു കാര്യമാണല്ലോ. പക്ഷേ മറ്റങ്ങേര് സ്റ്റാൻഡേർഡായിട്ട് ഇതിനകത്തൊരു കാര്യത്തിൽ ഇടപെടാതെ അവിടെ പോയിരിക്കും. അദ്ദേഹം പോയി വേണ്ട നേരത്തൊക്കെ കാണും. ആശയപരമായിട്ട് അദ്ദേഹത്തിന് ഒരു ഫയൽ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്, ബാക്കി മുന്നോട്ട് ചെയ്യണമെന്നും പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ വളരെ ഡിസോർഡർലി ആയിരുന്നതെല്ലാം ചെയ്യാനായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുത്തതാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ സഭ എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ടുള്ളൊരു കാര്യമാണ്. യാഥാസ്ഥിക സ്വഭാവത്തിൽ നിന്നൊക്കെ മാറാനായിട്ട് സഭയ്ക്ക് എലക്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ചട്ടങ്ങളെല്ലാം മാറ്റി. സാധാരണഗതിയിൽ അവിടെ സംഭവിക്കുന്നത് 3 വലിപ്പത്തിലുള്ള അളവിലുള്ള ഉടുപ്പ് അവിടെ തയ്ച്ചു വെച്ചിട്ടുണ്ടാവും. ഒരു ചെറുത്, ഒരു മീഡിയം, ഒരു വലുത്. ഇപ്പോൾ പോപ്പ് ആരാണെന്നറിഞ്ഞാൽ അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു സൈസാണെന്നുണ്ടെങ്കിൽ ആ സൈസിനൊട്ട് ഒരെണ്ണം ഇടും. ഇപ്പോൾ പോപ്പ് ഒരു അൺഫിറ്റായിട്ടുള്ള അളവ് എടുത്തിട്ട് തയ്ക്കാത്ത ഒരു ഉടുപ്പും ഇട്ടും കൊണ്ടാണ് ആദ്യം അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെയാണ് അളവെടുത്ത് കൃത്യമാകുന്നത്. ഈ മാർപ്പാപ്പ അങ്ങനത്തെ ഒരു ഉടുപ്പും ഇട്ടില്ല. എൻ്റെ ഉടുപ്പൊക്കെ തന്നെ ഇട്ട് വന്നേക്കാമെന്ന് പറഞ്ഞ് സ്വർണ്ണ കുരിശൊക്കെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ എപ്പിസ്കോപ്പ് പഴയ ഞാനിട്ട് അത് തന്നെ മതി, സ്വർണ്ണ നിറമുള്ള ഷൂസൊക്കെ കൊണ്ടുവന്നപ്പോൾ വേണ്ട, എനിക്കൊരു ഓർത്തോപീഡിക്ക്
ഫീറ്റാണുള്ളത്, അതുകൊണ്ട് അതൊക്കെ മതി എന്നും പറഞ്ഞിട്ട് പുള്ളി അപ്പം തന്നെ അതൊക്കെ മാറ്റി. എലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടെ വന്നിട്ടും പറഞ്ഞ്, ഞാനൊരു ഭാവിയാണ്, നിങ്ങളിത് ചെയ്തതിന് നിങ്ങളോട് കർത്താവ് ക്ഷമിക്കട്ടെ, ഞാനിത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഇൻ പെനൻസ് ഐ അക്സെപ്റ്റ്. ആദ്യം പിന്നെ അങ്ങേര് അവിടെ നിന്ന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കർദിനാൾ സ്കോളയെ ചെന്ന് പിന്നെ ഇത് ചെയ്ത്, കർദിനാൾ സ്കോള മിലാനിലെ കർദിനാളായിരുന്നു. അദ്ദേഹം ആയിരിക്കുമെന്ന് ഇറ്റലിക്കാർക്ക് ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹം ആയിരിക്കുമെന്നെല്ലാം ഇത് ചെയ്ത് കഴിഞ്ഞേച്ചും അദ്ദേഹം രണ്ടാമത് പോയത് വീൽ ചെയറിലിരുന്ന പിന്നെ ആയിരുന്നു നമ്മുടെ ഇവിടുത്തെ കാർഡിനൽ ഐവാൻ ഡയസ് വീൽ ചെയറിലാണ് ഇരുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഈ ഉടുപ്പൂട്ടൊക്കെ കൊണ്ടങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ കാൽ തട്ടി വീഴാൻ പോയി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ്: മൈ ഫസ്റ്റ് പൊന്റിപ്പിക്കൽ ആക്ട് വാസ് ടു സ്റ്റംബിൾ എന്ന് പറഞ്ഞാൽ തട്ടി വീഴാൻ അതായിരുന്നു എൻ്റെ ആദ്യത്തെ പിന്നെ പൊന്തിപ്പിക്കൽ ആക്ട്. അപ്പോൾ വീഴ്ചയുള്ളവനാണ് എന്നുള്ളൊരു ബോധം, ശ്രദ്ധിക്കണം എന്നുള്ളൊരു ബോധം എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ഭാവങ്ങളൊന്നും ഇല്ലാതെ, എന്നാൽ അതേ സമയത്ത് തന്നെ ഉള്ളിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു മനുഷ്യൻ. ആ ഒരു സ്ട്രോങ്നെസ് പല കാര്യങ്ങളിലും സഭയിൽ വിപ്ലവകരമായ പല തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്കൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഈ വൈദികരുടെ ബാലപീഡനങ്ങളെ കുറിച്ചുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനമാണ്. അതൊരു 3 പേജിലൊരു അധ്യായത്തിൽ അവിടെ വരച്ചിട്ടുണ്ട്. വളരെ സ്ട്രിക്റ്റായിട്ട് ഒരു കാരണവശാലും അതിനെ ടോളറേറ്റ് ചെയ്യുന്ന പ്രശ്നമില്ല എന്ന് അദ്ദേഹം ഒരു സ്റ്റാൻഡ് എടുത്തു. അതൊക്കെ എടുക്കുമ്പോൾ ഉള്ള കാര്യമെന്ന് പറയുന്നത് വലിയ തീരുമാനങ്ങളാണ്. അത് സഭയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വഴിതെളിക്കുന്നത്. അതിന് അദ്ദേഹം പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്ന ഒരവസ്ഥ വരെയുണ്ട്. പിന്നെ ഈ അവിടെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ വലിയ പാടായിരുന്നു. കാര്യം ചില അളവിൻ്റെ കൂടെ ടണലിൽ കൂടെ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ പുറത്ത് മാറി നിന്നും കൊണ്ട് ഇവരെല്ലാവരെയും അമ്പരപ്പിച്ച് കളയുന്ന തീരുമാനങ്ങളാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു മുദ്രാവാക്യമായിട്ട് മോട്ടോ ആയിട്ട് എടുത്തത് മിസറാന്തോ എ ലെജെന്തോ, അവൻ്റെ മേൽ കരുണ തോന്നിയിട്ട് അവനെ തിരഞ്ഞെടുത്തു എന്നുള്ള മത്തായിയുടെ സുവിശേഷം, മത്തായിയെ തിരഞ്ഞെടുത്തതിൻ്റെ വാക്യം പറയുന്ന അതാണ് അദ്ദേഹം എടുത്തത്. അപ്പോൾ കർത്താവിൻ്റെ കരുണയാണ്. അപ്പോൾ ആ കരുണയും എല്ലാവർക്കും കൊടുക്കണം. സഭ എന്ന് പറയുന്നത് അതിർത്തികളിലേക്ക്, ലോകത്തിൻ്റെ അതിരുകളിലേക്കുള്ള പോകാനുള്ള സഭയാണ്. പെരിഫറിയെക്കുറിച്ചാണ് അദ്ദേഹം വ്യാകുലപ്പെട്ടത്, അല്ല സെൻറ്ററിനെ കുറിച്ചല്ല. അപ്പോൾ പെരിഫറിയിലേക്ക് പോവുക, ആ പെരിഫറിയിലാണ് ജീവിത യാഥാർത്ഥ്യങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് സെൻറ്ററിൽ എല്ലാവരും ഇങ്ങോട്ട് വന്ന് കാണുക എന്നുള്ളതല്ല, അവിടെ പോയി ചെന്ന് ഫീൽഡ് ഹോസ്പിറ്റലാണ് സഭ, അല്ലാതെ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലല്ല. സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലാണെങ്കിൽ രോഗമുള്ളവർ അവരെല്ലാം അന്വേഷിച്ച് സഭയിൽ വരും. ഇതല്ല. ഫീൽഡ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ യുദ്ധമുന്നണിയിൽ പോലെ അവിടെ ചെന്ന് അവനെ കണ്ടുപിടിപ്പിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക താളത്തിൽ പിന്നെ വന്നു കഴിയുമ്പോൾ സഭയെന്ന് പറയുന്നത് ഒരു വലിയ വർഷങ്ങളുടെ 2,000-3,000 വർഷങ്ങളുടെ പാരമ്പര്യമുള്ളത് കൊണ്ടേ പാരമ്പര്യം കാലിൻ്റെ ചങ്ങല പോലെ കിടപ്പുണ്ടാവുകയും ഒരു സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ് പ്രസിഡൻസ് ഉണ്ടോ മറ്റതാണ് എന്നൊക്കെ പറഞ്ഞ് തടയാൻ ആൾ വരും. അതിനെയൊക്കെ ധിക്കരിച്ചും കൊണ്ട് മുന്നോട്ട് പോകാനായിട്ടൊക്കെ വരുമ്പോൾ അമിതമായിട്ട് സഫർ ചെയ്യേണ്ടി വരുന്നുണ്ട്. അദ്ദേഹം അതൊന്നും ഇഷ്ടംപോലെ സഫറിങ് ഉണ്ടായിരുന്നെങ്കിലും അതിനകത്തുനിന്നൊന്നും ഇളവ് ചെയ്യാനായിട്ടൊന്നും പോയില്ല. ഇപ്പോൾ ആൻറ്റി പോപ്പാണെന്നും പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങളാണ് കൂടെ നിന്നവരെയൊക്കെ കൂടി തന്നെയൊക്കെ ശിക്ഷണ നടപടികളൊക്കെ എടുക്കുകയും എല്ലാം. അത് സാമ്പത്തികമായ സുതാര്യത, കണക്കിൽ കൃത്യതായിരിക്കണം, അത് പാടില്ലെന്നും പിന്നെ വൾണറബിളായിട്ടുള്ള വിഭാഗത്തിൽ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉള്ള അവരോട് ഏറ്റവും മാന്യമായ സമീപനം ഉണ്ടാകണമെന്നൊക്കെ ഉള്ള കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ അദ്ദേഹം ചെയ്തു. 5ഓളം ഡിപ്പാർട്ട്മെൻറ്റിൽ സഭയിലെ സ്ത്രീകൾക്കാണ് സാധനം കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ കൊച്ചി രൂപതയുടെ ആ ഒരു ചരിത്ര പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ നമ്മളുടെ രൂപതയിലെ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് രൂപതയ്ക്ക് ഏറ്റവും ഗുണകരമായ രീതിയിലുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തു തന്നിട്ടുണ്ട്?
എന്ന് പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയാനൊക്കില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിന് സമർപ്പിച്ചിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് പിന്നെ നമ്മുടെ ഈ പാരമ്പര്യവും എല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മുടെ രൂപത ഒരു ആർച്ച് ഡയസിസ് ആദ് ഒണോറിസ് കൗസ എന്ന് പറഞ്ഞാൽ ബഹുമാന ആ ഒരു എൻ്റെ ഈ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും അധികം ഇതൊന്നും നിലച്ച് അതിനെ ഉയർത്തണം. അതിന് ഞങ്ങൾക്ക് ആർക്കും പിന്നെ ഇവിടെ വിപ്ലവം ഉണ്ടാക്കാനൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മളാണ് ഈ സഭ കേരളത്തിൽ നിലനിൽക്കുന്നതിൻ്റെ, ഇന്ത്യയിൽ നിലനിൽക്കുന്നതിൻ്റെ ഒരു കാര്യത്തിന് നമ്മളാണ് സ്വാധീനം ഉണ്ടായിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ കുനംകുരിശ് സത്യം ഇതെല്ലാം നമ്മുടെ രൂപതയിലാണ് നടന്നത്. നമ്മുടെ ബിഷപ്പാണ് പോയി അവിടെ അതെല്ലാം കാര്യങ്ങൾ നടത്തിയത്. എന്നിട്ട് ഇവിടുത്തെ ബിഷപ്പുമാരെല്ലാം ഗോവയിൽ ആർച്ച് ബിഷപ്പായിട്ടൊക്കെ പോവുകയായിരുന്നു. അവർ ആർച്ച് ബിഷപ്പ് പാട്രിയാർക്കീസ് എന്ന പദവി ഉണ്ടായിരുന്നു. അത് ഒണോറിസ് കൗസാമാണ്. അതുപോലത്തെ ഒരു സ്ഥാനം. പക്ഷേ ബിഷപ്പിനെ ആർച്ച് ബിഷപ്പൊന്നും ആകണ്ട, വെറും ബിഷപ്പായിട്ട് നിന്നോളാം, രൂപത അതുമായി സഹിക്കേണ്ടി വരരുത് എന്ന് പറഞ്ഞു. അതിനൊരു തീരുമാനം വന്നില്ല. കാര്യം പ്രീസിഡൻസ് ഇല്ല എന്നായിരുന്നു സംഗതി. പ്രീസിഡൻസ് എന്ന് അപ്പോൾ എൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പ്രീസിഡൻസ് എന്ന് പറയുന്നത് ആക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞിട്ടാണ് പ്രീസിഡൻസ് വരുന്നത്. അപ്പോൾ ആക്ഷൻ ചെയ്യാനായിട്ട് പവറുള്ളവൻ ആക്ഷൻ ചെയ്താൽ പ്രീസിഡൻസ് സ്വാഭാവികമായിട്ടുണ്ടാവും. മാർപ്പാപ്പ എന്ത് കാര്യം ചെയ്തെങ്കിലും പ്രീസിഡൻസ് നോക്കിയിട്ടല്ല ചെയ്യുന്നത്. ശരി എന്ന് തോന്നുന്നത് അങ്ങോട്ട് ചെയ്തു. പക്ഷെ അവിടെ ഈ അടുത്ത് കോഴിക്കോട് അതിരൂപതയായിട്ട് അത് ആകുമെന്നുള്ളത് അറിയാമായിരുന്നു. നമുക്ക് അവരാകരുതെന്നൊന്നും നമുക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കാര്യവും പരിഗണിക്കണം. ഇപ്പം ലോകത്തുള്ള എല്ലായിടത്തും നമ്മുടെ ഒരു 60-70 സ്ഥലങ്ങളിൽ നമ്മുടെ മിഷണറിമാർ പ്രവർത്തിക്കുന്നുണ്ട് സിസ്റ്റേഴ്സുമായിട്ട്. ഇന്നും പിന്നെ ഇവിടുത്തെ മറ്റു രൂപതകൾക്ക് വഴികാട്ടിയായിട്ട് ഓരോരോ സ്ഥലത്ത് പോകാനും മിഷൻ പ്രവർത്തനം നടത്താനും അവിടെ പയനിയേഴ്സായിട്ട് ചെന്ന് പ്രവർത്തിക്കുന്നത് കൊച്ചിക്കാർ തന്നെയാണ്. നമ്മൾ പോയതിൻ്റെ പുറകെയാണ് മറ്റു രൂപതകൾ ചെന്നിട്ടുള്ളത്. കാരണം നമ്മളിപ്പോഴും ആ ലീഡ് റോളിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മളാരും ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മുടെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. ഇവർ ചെല്ലുന്നതിന് മുമ്പ് ഒരു ബ്രീഫിംഗൊക്കെ ഉണ്ടേ. ഇതിനു മുമ്പത്തെ പോയി കഴിഞ്ഞപ്പോൾ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളെല്ലാം ചോദിക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു. ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഉള്ള സംഗതി എന്ന് പറയുന്നത് ഞങ്ങൾ ആന്ധ്രാക്കാരും കേരളത്തിലെ അവരും ഒക്കെ കൂടി ഒരുമിച്ചാണ് കാണാൻ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കും വേറൊരു ബിഷപ്പിനും പിന്നെ നിൽക്കാനല്ലാതെ ഇരിക്കാൻ സ്ഥലമില്ല. ഞങ്ങൾ പുറകെ നിൽക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ 2 പേര് വിളിച്ചുകൊണ്ട് വന്ന് പിന്നെ അവിടുത്തെ ആരോ പറഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും കൂടെ വിളിച്ചുകൊണ്ട് പോയിട്ട് മാർപ്പാപ്പയുടെ അടുത്ത്. അപ്പോൾ മാർപ്പാപ്പയായിട്ട് ചേർന്ന് നിന്ന് വെച്ചാൽ ഞാനാണ്. അപ്പോൾ ഈ പിന്നെ എന്താണ് തള്ളിക്കളഞ്ഞവൻ പിന്നെ മുന്നേ കൊണ്ടുവന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ എല്ലാ ഫോട്ടോ എടുപ്പും മറ്റു സംഗതികളും എല്ലാം. അപ്പോൾ ഇത് നമ്മൾ ഓർത്തേക്കണം, എന്തുമാത്രം രൂപതകളുണ്ട്, പിന്നെ എന്തുമാത്രം കാര്യങ്ങൾ, എത്ര പിന്നെ മാത്രം ഓഫീസേഴ്സിനെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ ബ്രീഫ് എന്ന് പറയുന്നത് ആ സെക്രട്ടറിമാരുടെ അവർ കൊടുക്കുന്ന ഈ സാധനം വായിച്ചു നോക്കിയിട്ട് അത്ര അല്ലാതെ വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് ഇപ്പോൾ അവിടുത്തെ പോലും എറണാകുളത്ത് എന്ന് പറയുന്നത് എന്തുമാത്രം പ്രശ്നങ്ങളാണുള്ളത്. ഇതെല്ലാം അദ്ദേഹം തന്നെ അതാകുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കും ഇപ്പോഴത്തെ പ്രോബ്ലം ഉള്ളത്. അല്ലെങ്കിൽ അത് സമാധാനമായിട്ട് പോകുന്ന രൂപതയല്ല. നമുക്കിവിടെ വലിയ വിപ്ലവങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് ഭയങ്കരമായ ഒരു പ്രയാസം ഉണ്ടാകും. കാര്യം എന്താണെന്ന് അറിയാമോ? ഈ ഒരു നേരത്ത് ഈ ലോകം ഇങ്ങനെ ഇത്രയും യുദ്ധത്തിൻ്റെ മുൻമൂലയിൽ നിൽക്കുമ്പോൾ ഉക്രൈനിലെ കാര്യങ്ങൾ, റഷ്യ ഇങ്ങനെ ജനിക്കുന്നു, ഭ്രാന്ത് പണി കാണിക്കുന്ന ട്രംപ് അവിടെ കിടന്ന് കളിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യും. ട്രംപിനെയൊക്കെ വളരെ ഇപ്പോൾ അവിടെ നിന്ന് ഓരോ രാജ്യങ്ങളിലുള്ള പൗരന്മാരെയും അവിടെ നിന്ന് ട്രംപ് പുറത്തേക്ക് മാറ്റുന്ന സമയത്തും അദ്ദേഹത്തെ പോലും വിമർശിക്കുവാനായിട്ട് ധൈര്യം കാണിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ ഒരു കാരണം ആരെയും പിന്നെ ഒഴിവാക്കാൻ പാടില്ല. വത്തിക്കാൻ്റെ സ്ക്വയറിൽ തന്നെ വളരെ വലിയൊരു ബോട്ടും അവിടെ അതിൻ്റെ ഒരു ഇതുണ്ട്, ഈ എന്നാണ് അതിനകത്ത് ബോട്ട് പീപ്പിളിൻ്റെ ഒരു വലിയൊരു സാധനം വെച്ചിട്ടുണ്ട്.
ഏത് ഉന്നതനാണെങ്കിലും അവർക്കെതിരെ മുഖം നോക്കാതെ സാധാരണക്കാരന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഒരു തീരുമാനമെടുക്കുകയും അതിനു വേണ്ടിയിട്ട് വാദിക്കുകയും ചെയ്യുന്ന ഒരു മുഖമായിരുന്നു അതെ കർദിനാൾ. അപ്പോൾ ഫ്രാൻസിസ് പാപ്പ. ലോകത്തിൻ്റെ ഏറ്റവും വലിയ പിന്നെ ഒരു നഷ്ടമാണിപ്പോൾ ഈ നേരത്ത്. ഇതിന് തീരുമാനമായിട്ടില്ലല്ലോ. ഉക്രൈനിൽ സമാധാനം വന്നിട്ടില്ല, ഗാസയിൽ ഇത് വന്നിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ പറയുമ്പോഴും ക്രിസ്ത്യാനികളെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിലാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. ആ നേരത്താണ് അവിടെ പോയിട്ട് ഈ തണൽ ഇതിനകത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രൈസ്തവ ദേവാലയവും മുസ്ലിം ദേവാലയവും ടണൽ ഓഫ് പീസ് സ്ഥാപിച്ച് വെച്ചുമ്പോൾ വന്നു. അതിനൊന്നും അതിൻ്റെതായ ഹോപ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സംഗതി. ഹോപ്പ് എന്ന് പറഞ്ഞാൽ എസ്പെരാർ എന്ന് പറഞ്ഞാൽ ഹോപ്പ് ആൻഡ് ഓൾസോ ടു വെയിറ്റ് എന്ന് കൂടി അർത്ഥമുണ്ട്. അപ്പോൾ സമാധാനത്തോടു കൂടി വെയിറ്റ് ചെയ്തിട്ടെങ്കിലേ ഇത് നടക്കുകയുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് ഈ മനസ്സിന് വ്യത്യാസങ്ങൾ വരണമെന്നൊന്നുമില്ലല്ലോ. പിന്നെ എന്നും ഫണ്ടമെൻ്റലിസം ഉണ്ടാവും. കാരണം മതത്തിൻ്റെ സത്യം എന്താണെന്നറിയാത്ത മനുഷ്യരുള്ളത് കൊണ്ടാണ് യുദ്ധമാണ് അവർ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ സമാധാനത്തോടു കൂടി ജീവിക്കുന്നതെന്ന് പറഞ്ഞത് 2 യുദ്ധങ്ങൾക്കിടയിൽ കിട്ടിയിരിക്കുന്ന ഒരിത്തിരി നേരത്തെയാണ് സമാധാനമെന്ന് നമ്മൾ കണക്കാക്കുന്നത്. അതല്ല, കിട്ടിയ ഇനി യുദ്ധം ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്താനായിട്ടാണ് ഈ കാലത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത്. 1-ാം ലോകമഹായുദ്ധം വേണ്ടത്ര രീതിയിൽ അതിൻ്റെ ട്രീറ്റി ഒന്നും ശരിയാകാഞ്ഞത് കൊണ്ടാണ് 2-ാം ലോകമഹായുദ്ധത്തേക്ക് വളരെ പെട്ടെന്ന് ഹിറ്റ്ലറിനെ അവരെല്ലാം കൊണ്ടുപോകാനായിട്ട്. ഓർത്തേക്കണം, ഇവരെല്ലാം ഹിറ്റ്ലർ എന്ന് പറയുന്നത് വെജിറ്റേറിയനായിരുന്നു. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും പേഴ്സണലായിട്ട് ലൈബ്രറിയൊക്കെ ഉണ്ടാവുമായിരുന്നു. ആ ലൈബ്രറി അത് നോക്കുമ്പോൾ ഇവരുടെ സ്വഭാവം അറിയാനായിട്ടൊക്കെ ഒക്കുമായിരുന്നു. ഇവരൊക്കെ നമുക്ക് തോന്നും ഇവരൊക്കെ ആത്മഹത്യ ചെയ്ത് പോയല്ല, ഇവരെ ഒന്നും ശിക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. ശിക്ഷയെക്കുറിച്ചല്ല, രക്ഷയെക്കുറിച്ചാണ് പിതാവ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു ഫിഗർ ആരോടും സത്യം പറയാനും, യുദ്ധം എന്ന് പറയുന്ന ഒരു ഭ്രാന്താണ്, അതിനെ ഒഴിവാക്കണം. പിന്നെ ഈ കോവിഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മരുന്ന് കൊടുക്കാനും എല്ലാവരെയും രക്ഷിക്കാനും ഏറ്റവും അവഗണിക്കപ്പെടുന്നവരുടെ കാര്യം ആദ്യം പരിരക്ഷിക്കപ്പെടാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞതും അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചതും ഇതാണ്. ഇങ്ങനെ ഒരു ഭയങ്കരമായ ഒരു മോറൽ ഫോഴ്സാണ് ഈ നേരത്ത് പോയിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയം അവിടെ അതെ, ഈ സമയത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു ഇന്ത്യയിൽ നിന്ന് ആ ഒരു ശ്രീനാരായണ ഗുരുദേവന്റെ 100-ാം വാർഷികത്തിൽ അവിടെ പോയിട്ട് ഇവിടുന്ന് പ്രതിനിധി സംഘങ്ങളെല്ലാം പോയി അവിടെ ഒരു യോഗം നടത്തുവാനായിട്ടും അവർ മതസൗഹാർദ്ദത്തിന്റെ ഒരു വേദി എല്ലായിടത്തും ഒരുക്കുവാനായിട്ട് പിതാവ് കാണിച്ച ഒരു വലിയ ധൈര്യമാണത്. ശരിയാണ്. അപ്പോൾ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ മാത്രം ദൈവത്തിനെ വിശ്വസിക്കുന്നവർക്ക് ഇതൊന്നും പിടിക്കില്ല. അതെങ്ങനെ സാധിക്കുമെന്നുള്ളതാണ്. അത് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ ദൈവം ഇതാണ് ദൈവം, അവർക്ക് വേറൊന്നും പോകാൻ പാടില്ല. മനസ്സിലായ? അപ്പോൾ ആ വിശ്വാസം വിട്ടുകളഞ്ഞിട്ടല്ല, വിശ്വാസത്തെ പുതിയൊരു ലൈറ്റിൽ കാണാനായിട്ടുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കണ്ണുകൾ. മനസ്സിലായ? ആരെയും ഒഴിവാക്കാതെ വ്യാപകമായ ഒരു വൈഡ് അപ്പർച്ചർ ഉള്ള ഒരു ക്യാമറ പോലെ. മനസ്സിലായോ? ഒരു വൈഡ് ആംഗിൾ ലെൻസാണ് അദ്ദേഹത്തിൻ്റെ കണ്ണ്. ഒരാളും വിടുന്നില്ല, എല്ലാവരും അടുത്തും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ ആ ഒരു വിയോഗം ആഗോള കത്തോലിക്ക സഭയേക്കാൾ ഉപരിയായിട്ട് ലോകത്തിന് തന്നെ ഒരു വലിയ ലോകത്തിനാണ് നഷ്ടം. നമുക്ക് പ്രതീക്ഷയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ വി ആർ പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകും. അതിനെക്കുറിച്ചൊന്നുമില്ല. ആർക്കും ഇതെല്ലാം ഒന്നും നടന്നിട്ടില്ല എന്നും പറഞ്ഞ് തിരിക്കാനായിട്ടൊന്നും പറ്റില്ല. അത് മുന്നോട്ട് തന്നെ പോകും. മുന്നോട്ട് തന്നെ അത് അടുത്ത ആളിനങ്ങനെ വന്നിട്ട് പറ്റിയ ആൾ വരും. ഇതെല്ലാം എടുത്ത് കളഞ്ഞ് വെച്ചും തിരിച്ചു വെക്കാനായിട്ട് വെക്കുക പറ്റില്ല. അത് അത്ര തട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നുമല്ല, ഭയങ്കര കാര്യമായിട്ടാണ് വല്ലതൊക്കെ പറഞ്ഞത്. ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ അദ്ദേഹം, പക്ഷേ അതൊരു സ്റ്റേറ്റായിട്ട് അവരെ ഉടനെ പള്ളിയിൽ കൊണ്ടുവന്ന് കെട്ടിക്കണമെന്നല്ല പറഞ്ഞത്. അവരും അങ്ങനെ ലോകത്തിൽ സഭയുടെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെയും ചേർത്ത് പിടിക്കുന്ന ലോകത്തിൽ അവരും ഉണ്ട്. അതെ. അപ്പോൾ അവരെ തുച്ഛമായിട്ട് ഇറങ്ങിപ്പോയിക്കോ, ഇവിടെ കണ്ടുപോകരുതെന്ന് പറയാനല്ല.
അവിടെ ആ സ്ഥിതിയെ മനസ്സിലാക്കുന്നു. അല്ല, സഭയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എടുക്കാത്ത നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ആ ഒരു സഭയുടെ ചരിത്രത്തില് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ വിപ്ലവകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോഴും പിതാവ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെല്ലാം എതിർക്കുവാനായിട്ട് യാഥാസ്ഥിതികരായിട്ടുള്ള കുറേയധികം ആളുകൾ ഉള്ളപ്പോഴും അദ്ദേഹം അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വരിക എന്താണ് എന്ന് വെച്ചാൽ അത് ചെയ്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചെന്നാൽ ഒരുത്തനും ഒഴിവ്. ഇപ്പം നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചെന്നാൽ കല്യാണ വീട്ടിലും എല്ലായിടത്തും വെൽക്കം ബോർഡെന്നും പറഞ്ഞ് വെക്കും. ആ ബോർഡ് കണ്ടിട്ട് അങ്ങോട്ട് ചെന്നാൽ യു ആർ നോട്ട് വെൽക്കം, വെൽക്കം ദോസ് ഹു ആർ ഇൻവൈറ്റഡ് എന്നാണ്. മനസ്സിലായോ? ക്ഷണക്കത്ത് കിട്ടിയിട്ടുള്ളവന് മാത്രം അകത്ത് പ്രവേശനം, അല്ലാത്തവന് പുറത്ത് എറിയുമെന്നുള്ളതാണ്. അതല്ല, ഇത് വെൽക്കം എന്ന് പറയുന്നത് വെൽക്കം ടു ഓൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതേ സമയത്ത് കല്യാണം എന്ന് പറയുന്നത് അഭേദ്യമായ ഒരു ബന്ധമുള്ളതും കുട്ടികൾ ഉണ്ടാകേണ്ടതും ഒക്കെ ആയിട്ടുള്ള അതാണ്. സഭ പിന്നെ നമുക്ക് കുട്ടികളെയാണ് വേണ്ടത്, അല്ലാതെ പട്ടികളെ അല്ലെന്ന് പിതാവ് പറഞ്ഞു. കുട്ടികൾ അപ്പോൾ പട്ടികളെ സ്നേഹിക്കുന്നത് എന്തിനാണ്? നന്ദി കാണിക്കും, സ്നേഹം കാണിക്കും. കുട്ടികളെ ആണെങ്കിൽ അങ്സൈറ്റിയാണ്, എങ്ങനെ ആയിത്തീരുമെന്ന്. അപ്പോൾ അങ്ങനെ ആകരുത് എന്നുള്ള ഇതാണ്. അപ്പം അത് ആ രീതിയിൽ സഭ മുന്നോട്ട് പോകുമ്പോൾ കുറേ തർക്കങ്ങളും ഇതുകൊണ്ട് ജെറൂസലം കൗൺസിലിൽ തന്നെ ഭയങ്കരമായിട്ട് തർക്കങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ യാക്കോബ് സ്ലിയ അവിടെ എഴുന്നേറ്റ് നിന്നേച്ചും പറഞ്ഞ് നമുക്ക് തന്നെ വഹിക്കാൻ ദുർവഹമായിരുന്ന ഭാരങ്ങൾ ഈ പാവപ്പെട്ടവരുടെ മേലെ ചുമത്താൻ പാടില്ല, പാവങ്ങളെക്കുറിച്ച് കരുതലുണ്ടാകണം എന്നതായിരുന്നു ജെറൂസലം കൗൺസിലിൻ്റെ തീരുമാനം. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇദ്ദേഹം എടുത്തത്. അപ്പോൾ പിന്നെ ലളിതമായ ഒന്നുമില്ലാതെ സഫറിങ് ഉണ്ടാകുമ്പോഴും അദ്ദേഹം പാടിക്കൊണ്ട് പോരുമായിരുന്നു. പിച്ച തണ്ടി ചെന്ന് കഴിയുമ്പോൾ അവർ തല്ലി വിടുമ്പോൾ ആരോഗ്യമുള്ളതല്ലേ പോയി പണിയെടുത്തത് എന്നാന്ന് പറയുമ്പോൾ അപ്പോൾ പറഞ്ഞ് കർത്താവിനെ പ്രതി പീഡ സഹിക്കാൻ പറ്റിയതിൽ സന്തോഷത്തോടു കൂടി അങ്ങ് പോകും. ഒന്നും കിട്ടിയില്ലാലും ഹാപ്പി. അത് ഇവന് ഭ്രാന്തായോ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു. ഭ്രാന്തൊന്നുമല്ല, ആ ഇന്നർ ജോയ് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്രയും മാനസിക വലിപ്പം നമുക്ക് ചില ശീലങ്ങളുണ്ട്. ആ ശീലങ്ങളിൽ നിന്ന് പുറത്തു വരാനായിട്ട് ആമയെ പോലെയാണ് നമ്മൾ. പരിസരം മുഴുവൻ സേഫാണെന്ന് കരുതിയാൽ മാത്രം തല പുറത്തേക്കിടുന്ന അതല്ല. ഫെയ്ത്ത് എന്ന് പറയുന്ന റിസ്ക്കാണ്. എന്താണ് പിന്നെ അപ്പോൾ ഞാൻ പള്ളിയിൽ പറയാറുണ്ട്, സഭ എന്ന വാക്കിന് ഡിക്ഷണറിയെ കൊടുത്തിരിക്കുന്ന അർത്ഥം, ശബ്ദധാരാവലി കൊടുത്തിരിക്കുന്നത് എന്താണ്? സർവരും തുല്യ പ്രാധാന്യത്തോടുകൂടി ശോഭിക്കുന്ന ഒരിടമാണ് സഭ എന്ന് പറയുന്നത്. വായിച്ച് താഴേക്ക് പോകുമ്പോൾ കൊടുത്തിരിക്കുന്നത് സഭ ചൂതാട്ട സ്ഥലം എന്നും കൊടുത്തിരിക്കുന്നു. ചൂതാട്ടം ഒരു തിന്മയാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. എന്നാൽ അതായത് ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടുന്നതും മുടിഞ്ഞു പോകുന്നതുമായ ഒരു സാധനമാണ് ചൂതാട്ടം എന്ന് പറയുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ഇവർ ചോദിച്ച് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടുണ്ടല്ലോ എന്ന്. എല്ലാം ഭാര്യയോ വയലിലോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ 100 മടങ്ങായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന്. അത്തരം റിസ്ക് എടുക്കാനായിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ നിൻ്റെ പുറകെ വരുന്നു എന്ന് പോകാനായിട്ടുള്ള അത് ആ നല്ല അർത്ഥത്തിലെടുക്കാം. ആ അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ എപ്പോഴും വിവരിക്കാവുന്ന ഒരു കാര്യം പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നടക്കാൻ ഇടയില്ലാത്ത, ഒരിക്കലും നടക്കാത്ത, കേട്ടാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം താൻ എന്നോട് പറഞ്ഞാൽ ഞാൻ പറയുന്ന സാധാരണ മറുപടി പോയി പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നാണ്. അപ്പോൾ നടക്കേലാത്ത കാര്യം പറയാനുള്ള സ്ഥലമാണ് പള്ളി എന്നാണ്. പക്ഷേ അവർ നമുക്ക് തരുന്ന ഏറ്റവും വലിയ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് ഏറ്റവും വലിയ സാധൂകരണമാണ് നമ്മുടെ പള്ളിയിലെ കാര്യം. എന്താണ്? നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നടത്തി തരുന്നവനാണ് അവിടെ ഇരിക്കുന്നത്. മനസ്സിലായോ? അത് അവനോടുള്ള ബഹുമാനമാണ്. ഇവരുദ്ദേശിക്കാതെ ബഹുമാനം തരുന്നതാണ്. എന്താണ്? കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യും. അത് നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല. നമ്മളൊരു ഉപകരണമായിട്ട് നിന്ന് കഴിയുമ്പോൾ നടക്കാത്ത കാര്യങ്ങളെല്ലാം നടക്കും. അത്തരത്തിൽ ഇപ്പോൾ സഭയുടെ കാര്യങ്ങളിലാണെങ്കിൽ തന്നെ പ്രതീക്ഷിക്കാത്ത എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും സഭയ്ക്ക് ഉണ്ടാക്കിയെടുക്കുവാനും അത് ലോകത്തിന് സംഭാവന ചെയ്യുവാനും സാധിച്ച രീതിയിലുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ സഭയിൽ ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി ഉണ്ടാകണം.
പിന്നെ അതുപോലെ തന്നെ ഈ അബ്യൂസസ് ഒന്നും പാടില്ല എന്ന് വെച്ചു. അത് അപ്പോൾ ഫിനാൻഷ്യൽ ട്രാൻസ്പാരൻസി ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ രൂപത നടപ്പാക്കാനൊന്ന് ആലോചിച്ച് നോക്കിക്ക്. എല്ലാ ഇടവക്കാർക്കും അവരുടെ കാര്യങ്ങൾ ആരോടും മിണ്ടാതെ അവിടെ നടത്തണമെന്നുള്ളതാണ് താല്പര്യം. അതങ്ങനെയല്ലല്ല, മനുഷ്യർക്ക് ബോധ്യമാകുന്ന തരത്തിൽ. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ആ ബുദ്ധിമുട്ടിൽ പിടിച്ചു നിൽക്കാനായിട്ടുള്ള കഴിവ് കാണിച്ചു. അദ്ദേഹം ഒന്നിനും ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്താനായിട്ട് ധൈര്യപൂർവ്വം ഒരു കാര്യം ചെയ്തിട്ടാണ് പോന്നിരിക്കുന്നത്. നട്ടിട്ടുണ്ട്, അത് കിളിർക്കാതിരിക്കാനായിട്ട് ഒരു പണിയും ചെയ്യാനില്ല. കുറച്ചൊക്കെ ഇടും. കാര്യം എന്താണെന്നറിയാം, ഇത് മൂപ്പ് കൂടിയ വിത്താണ്. അതുകൊണ്ട് കിളിർക്കാൻ കുറച്ച് സമയമെടുക്കും, പക്ഷെ നല്ല മുളയായിരിക്കും. അതുകൊണ്ട് സഭയെക്കുറിച്ച് ആകുലപ്പെടേണ്ട. സഭയ്ക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ആ പ്രതീക്ഷയാകട്ടെ അത് ബ്ലോസം ആകാനുള്ള എന്ന് പറഞ്ഞാൽ ഇത് തെളിയാനുള്ള. അദ്ദേഹം മറ്റേത് ചെയ്ത് ഇത് ചെയ്ത് സഭയെ നശിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ പലതരത്തിലാണല്ല വിശ്വസിക്കുന്നത്. അനക്കം കൂടാതെ പഴയ കാര്യങ്ങൾ എവിടെ ജനിച്ചോ അവിടെ തന്നെയൊക്കെ മാറിയിട്ട് ഇപ്പം അതല്ലല്ല. മനുഷ്യരുടെ കാര്യം മൂവ്മെൻ്റ് അല്ലേ. അപ്പോൾ ആ മൂവ്മെൻറ്റിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാം റെഡിയാകും. ധൈര്യം കാണിക്കാനായിട്ട് എന്താണെന്നറിയാമോ, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ധൈര്യവും ഉള്ള ബോധ്യവുമാണ് വിശ്വാസം. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് വിശ്വാസം. അതാണ് നമുക്ക് അവകാശമായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പേഷ്യൻസ് ആവശ്യമാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കുരിശ് കൊടുത്തുകൊണ്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രമേണ അതിലേക്ക് വരും. അപ്പോൾ ഒറ്റ കൊടുത്ത് പോകുന്നവന് ഈ ഉരുട്ടിയിട്ടച്ചും പോകുന്നവന് എല്ലാവനെയും അവനെയും കൂടെ കൂടിയിട്ട് അവൻ്റെയും കൂടി മനസ്സിലാക്കിക്കൊണ്ട് അവനും പറഞ്ഞ് നീയാണോ എന്ന് ചോദിച്ചപ്പോൾ നീ തന്നെ പറഞ്ഞു കഴിഞ്ഞെന്ന് പറഞ്ഞു. എന്നിട്ട് അവനുടനെ എല്ലാവരും കൂടെ ഇട്ട് വീട്ടുകാരിലല്ല. ഇതൊക്കെ എഴുതപ്പെട്ടിരിക്കുന്ന പോലെയൊക്കെ നടക്കും. പക്ഷേ എന്നാലും സഹനത്തിലൂടെയാണ് രക്ഷ എന്നുള്ള വലിയൊരു ആശയം യേശുവിൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ നമ്മളൊക്കെ എവിടെ ഏതെങ്കിലും പൊസിഷനിലായിരിക്കുമ്പോൾ സഹനത്തിലൂടെ മുന്നോട്ട് പോന്നു കഴിയുമ്പോൾ പ്രതിബന്ധങ്ങളൊക്കെ നമുക്ക് മാറിയിട്ട് റേ ഓഫ് ഹോപ്പ്, മഴവില്ല് വരുന്നത് പോലെ മഴക്കാലം. അപ്പോൾ ദൈവത്തിൽ നിന്ന് തുടങ്ങിയവർ ദൈവത്തിൽ തന്നെ എത്തും. അത് പറയാം. ഇപ്പോൾ കണക്ക് ശാസ്ത്രം ദൈവമുണ്ടെന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു, പുതിയൊരു കളറ് കണ്ടുപിടിക്കും. ഇതുവരെ നമുക്ക് പരിചയമില്ലാത്ത ഒരു കളർ കണ്ടുപിടിച്ച് കഴിഞ്ഞു ഇതിനകത്തുനിന്ന്. അപ്പോൾ നമ്മൾ ഇനിയും കണ്ടുപിടിക്കാൻ ധാരാളമുണ്ട്, കാര്യങ്ങളുണ്ട്. സയൻസിന് സാധ്യമല്ലാത്ത ഒരു കാര്യവുമില്ല. പക്ഷേ സാധ്യമായതെല്ലാം നല്ലതല്ല. വിവേകം എന്ന് ആറ്റം ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞേച്ചും നോബൽ സമ്മാനം സ്ഥാപിച്ചതുകൊണ്ട് കാര്യമായില്ല. ബോംബ് ഉണ്ടാക്കാതിരിക്കാനായിട്ടുള്ള ബുദ്ധിയാണ്. എല്ലാം എനിക്ക് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇപ്പോൾ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ എന്തും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആളാരാണോ ചെയ്തതാണോ അവൻ പറഞ്ഞാണോ ഇവൻ പറഞ്ഞാണോ എന്ന് മനസ്സിലാകാത്ത തരത്തിൽ ഈ നുണ പ്രചരിപ്പിക്കാനായിട്ടൊക്കെ സാധിക്കും. പക്ഷേ വിവേകമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരു പടം ഇന്നത്തെ പത്രത്തിലുണ്ട്, ഓടുന്നു, റോബോട്ടും മനുഷ്യനും കൂടി ഒരുമിച്ച് എന്നിട്ട് റോബോട്ട് തോറ്റുപോയി. പക്ഷേ റോബോട്ട് ജയിക്കുന്ന സമയം വരും. അപ്പോൾ അതൊക്കെ സയൻസിന് സാധിക്കുമെങ്കിലും ആവശ്യമുള്ളതാണെങ്കിൽ മാത്രമേ അത് ഉണ്ടാക്കാൻ പാടുള്ളൂ. നന്മതിന്മയുടെ വിവേചനം ദൈവത്തിന് വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമാണ്. മനുഷ്യരത് ചെയ്യാൻ പാടില്ല. അതാണ് ആ ഫലം തിന്നരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നന്മയും തിന്മയും ദൈവമാണ് നിശ്ചയിക്കുന്ന അൾട്ടിമേറ്റായിട്ട്, ഞാനല്ല. മനസ്സിലായ? അപ്പോൾ ഈ രൂപതയുടെ പേരിലുള്ള എല്ലാ ഞാൻ ഇപ്പോൾ രൂപതയുടെ അധികാരിയൊന്നുമല്ല എങ്കിലും ഈ രൂപതയിലുള്ള എല്ലാവരുടെയും പേരിൽ
അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഏറ്റവും വേഗത്തിൽ കർത്താവിൻ്റെ സന്നിധി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊതുവായ കർമ്മങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ പിന്നെ അഡ്മിനിസ്ട്രേറ്റർ പിതാവ് വന്നിട്ടും പിന്നെ സഭ പൊതുവായിട്ട് തീരുമാനിക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ായിട്ട് പള്ളി കുർബാനയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. അതേക്കുറിച്ചൊന്നും ഇപ്പോൾ പൊതുവായിട്ടൊരു ധാരണ ആയിട്ടില്ല, പക്ഷെ ഉണ്ടാകും. ഒരു 10-15 ദിവസം കഴിയുമ്പോൾ ഇതിനു മുമ്പ് ഇലക്ഷൻ നടക്കണമെന്നാണ്. അപ്പോൾ അതൊന്നേരം നടക്കും. എത്രയും അടുത്ത ദിവസങ്ങളിൽ തന്നെ നടക്കുമല്ലോ. ഇപ്പം തന്നെ എല്ലാവരും എത്തിച്ചേർന്ന് കഴിയുമ്പോൾ ഉടൻ തന്നെ പിതാവ് പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ പോകുന്നില്ല. എനിക്ക് അതിനുള്ള ആരോഗ്യസ്ഥിതി അത് തന്നെയല്ലേ. ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് പോയിട്ട് നമ്മൾ എവിടെ താമസിക്കാൻ. അപ്പം പിന്നെ ഇപ്പം നമുക്ക് ഒരേ ഒരു സങ്കടം ബാക്കി നിൽക്കുന്നത് അദ്ദേഹം ഒരു ജൂബിലി സമാപ്തി കാണാൻ പറ്റാതെ. ജൂബിലി വർഷത്തിൽ കൂടെ അദ്ദേഹം ഉണ്ടാകണമെന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു പിതാവ് പങ്കുവെച്ചത്. അതിന് സാധിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഒന്നും കണക്കാക്കാതെയാണ് ഈ കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് പിതാവ് കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിലും സമൂഹത്തിന് മുൻപിലേക്ക്, ലോകത്തിന് മുൻപിലേക്ക് അദ്ദേഹം കടന്നു വന്നത്. അദ്ദേഹം ഒരു ആത്മീയതയുടെ നിറവിൽ നിന്നുകൊണ്ട് ലോകസമാധാനത്തിന് വേണ്ടിയിട്ടും ലാസ്റ്റ് മൊമെന്റ് വരെ, അതെ, തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ, അവസാനത്തെ വാക്ക് പോലും ഗാസയിൽ സമാധാനം, പലസ്തീനിൽ സമാധാനം, മറ്റെല്ലായിടത്തും സിറിയയിലും മറ്റേ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കുന്ന സ്ഥലത്തെല്ലാം സമാധാനം, എല്ലാവർക്കും എല്ലായിടത്തും സമാധാനം. യുദ്ധം മനുഷ്യൻ്റെ കൊള്ളരുതായികയാണ്, അല്ലാതെ അരുതായികയാണ്. അപ്പോൾ പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിനെ കുറിച്ച് അങ്ങ് പറഞ്ഞ നല്ല വാക്കുകൾ, അദ്ദേഹത്തെക്കുറിച്ചുള്ള അനുസ്മരണം അത് ലോകത്തിൻ്റെ മുൻപിലേക്ക് എത്തട്ടെ. മെട്രോ 7 ന്യൂസിൻ്റെ പേരിലും പരിശുദ്ധ പിതാവിൻ്റെ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു വിയോഗം അത് ലോകത്തിൻ്റെ തന്നെ ഒരു വലിയൊരു നഷ്ടമാണ്. ഈ നേരത്തെ ഈ പ്രത്യേക വളരെ സങ്കീർണമായ ലോക രാഷ്ട്രീയ പരിസ്ഥിതിയിൽ വളരെ വലിയൊരു വിയോഗമാണ്. നമ്മളെക്കാൾ അവർക്കാണത് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളുടെ ന്യൂസ് ടീമിൻ്റെ എല്ലാവിധത്തിലുള്ള പ്രാർത്ഥനകളും അദ്ദേഹം നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും വേഗത്തിൽ ഇത് തുടർന്നുകൊണ്ട് പോകുന്ന ഒരു പിന്നെ അനന്തരഗാമി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയ്ക്കൊരു പുതിയ ഇടയൻ ഉണ്ടാകട്ടെ എന്ന്. ഇടയനുണ്ടാവും. ഈ അദ്ദേഹത്തിന്റെ ആശയങ്ങളും അദ്ദേഹം കൊണ്ടുവന്ന തീരുമാനങ്ങളും എല്ലാം തുറന്നുകൊണ്ട് പോകുന്ന ഒരു അനുയായി ഉണ്ടായിട്ട്, അല്ലാതെ ജസ്റ്റ് എനിബഡി ഒന്നല്ല. അത് വരും. അത് താങ്ക് യു. Study German at International Language Academy, ILA Cochin. Grab your future in Germany and Austria.